എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കിയതും അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ചെറുനാരങ്ങനെ നമുക്ക് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറുനാരങ്ങ ഓരോന്നിങ്ങനെ ചെറുതായി പൊട്ടി വരും. അപ്പം നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ തുടച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കല്ലുപ്പ് ഇട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ കടുക് ഇവ ഒന്ന് ചൂടാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം നമ്മൾ അച്ചാറുണ്ടാക്കാൻ തുടങ്ങുകയാണ്. പാൻ അടുപ്പിൽ വെച്ചു. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക്, ഉലുവ ഇവ ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. റോസ്റ്റായി വരുമ്പോൾ കാശ്മീരി മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, ഉലുവ, കടുക് ഇവ പൊടിച്ചത്, കായപ്പൊടി ഇവ കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വിനാഗിരിയും ഒഴിച്ച് ഇളക്കി കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കും. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അത് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് തിളച്ചൊക്കെ വരുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് അത് തന്നെ ഇരിക്കട്ടെ. അടുപ്പിൽ തന്നെ വെച്ച് ഒരു 5 മിനിറ്റ് കുക്കാവട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ തയ്യാറായി. വായിൽ കൂടെ കപ്പലോടുന്ന വെള്ളം വരുന്നുണ്ട്. ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഭരണിയിലാക്കി വയ്ക്കാം. ഭരണി കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്ത ഭരണിയിലാണ് നമ്മൾ ആക്കാൻ പോകുന്നത്. നല്ലെണ്ണ 4 ടേബിൾ സ്പൂണ് ഒന്ന് ചൂടാക്കിയിട്ട് ആറാൻ മാറ്റി വയ്ക്കാം. കുറച്ച് നല്ലെണ്ണ ഭരണീൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലും കുറച്ച് ഒന്ന് മുങ്ങി കിടക്കുന്ന പോലെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഭരണി നമുക്ക് ക്ലോസ് ചെയ്ത് വൃത്തിയായി എയർ ടൈറ്റ് ആക്കി അടച്ചു വയ്ക്കാം. നമുക്കിപ്പം തന്നെ അത് കഴിക്കാൻ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ബോട്ടിലിൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് വയ്ക്കാം. ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പൂപ്പൽ വരും. നനവുള്ള സ്പൂണും കൊണ്ട് അച്ചാർ എടുക്കാതിരിക്കുക. പിന്നെ അച്ചാർ എടുത്തു കഴിഞ്ഞാൽ നന്നായി അടച്ച് വയ്ക്കുക. അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ അച്ചാർ. ഒരുപാട് കാലം നമ്മൾ അച്ചാർ കേടുവരാതിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.